പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നു പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഈ ദൈവശബ്ദം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വലിയ കൃപയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരാമെന്ന് പറഞ്ഞ് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നല്ല നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ വഴികളും ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരട്ടെ എന്ന് ഞാൻ ഈ പ്രാരംഭ സമയത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവർ ഇന്ന് പ്രഭാതത്തിൽ പല പുതിയ തീരുമാനങ്ങളും പല പുതിയ ആവശ്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വയ്ക്കുന്ന കാൽച്ചുവടുകൾ, നിങ്ങൾ പോകുന്ന വഴികൾ ഒക്കെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ മഹത്വം ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിൽ നിന്ന് വിശ്വാസത്താലല്ലാതെ ആരും വിടുവിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. വചനം പറയുന്നു, യാക്കോബിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു ചോദ്യചിഹ്നമിട്ട് ഈ വേദപുസ്തകത്തിൻ്റെ ഈ ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇതിനും പറയുന്നു, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ഒരു ചോദ്യചിഹ്നം അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? എന്താ കാരണം ഇങ്ങനെ പറയാൻ കാരണം? വചനം പറയുന്നു, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ കൊണ്ട് അവരുടെ വിശ്വാസം കൊണ്ട് അവിടെ ഒരു ഉപകാരം ഇല്ല എന്നാണ് നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? പലരുടെയും ജീവിതത്തിനകത്ത് നമുക്ക് നോക്കുമ്പോൾ എല്ലാവരും വിശ്വാസമുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്, വിശ്വസിക്കുന്നോ? യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പലരെയും പ്രാർത്ഥിക്കുകയും പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പലരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. എന്നാൽ വചനം പറയുന്നു, വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? പ്രൈസ് ഗോഡ്. വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിരിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചു, അത് വിശ്വസിച്ചു, അത് നമ്മൾക്ക് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചു. എന്നാൽ അതിനു വേണ്ടി നമ്മൾ അടുത്ത ചുവടുകൾ വയ്ക്കാതെ ഇരുന്നാൽ അതിനകത്ത് ഒരു മറുപടി ലഭിക്കുമെന്ന് തോന്നുന്നില്ല. സ്തോത്രം. കാരണം ദൈവം അവൻ്റെ നമുക്കിപ്പോൾ ഒരു 1000 രൂപ ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്കിരിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് 1000 രൂപ എനിക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് 1000 രൂപ ആവശ്യമാണ്, അത് ദൈവം എനിക്ക് തരണം. അപ്പോൾ ഈ ആവശ്യം ഞാൻ ദൈവസന്നിധിയിൽ വച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഈ വിശ്വാസത്തെ ഞാൻ വച്ചുകൊണ്ട് എൻ്റെ റൂമിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ, അതിനുവേണ്ടി പ്രവർത്തിക്കാതെ ഇരുന്നാൽ ദൈവം എൻ്റെ കയ്യിൽ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ, പ്രൈസ് ഗോഡ്, കർത്താവ് അത് തരുന്നതിന് ഓരോ സാഹചര്യങ്ങൾ ദൈവം വച്ചിട്ടുണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മളത് പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രവൃത്തിയിൽ കൂടി നമ്മൾ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ പ്രവർത്തിക്കണം?
അത് നമ്മൾ ദൈവം തരുമെന്ന് നമ്മൾ വിശ്വസിച്ചു. അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്താൽ കിട്ടുമെന്ന് നമ്മൾ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനുവേണ്ടി നമ്മൾ നീങ്ങാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമ്മൾ നീങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമ്മൾ പ്രവർത്തിക്കാതെ ദൈവം തരും, ദൈവം തരും, ദൈവം തരും, ദൈവം തരും, ദൈവം തരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടുമോ? ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു എന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലേക്ക് നമ്മൾ ആരും കൊണ്ടുവരാറില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പലപ്പോഴും മറുപടി നമ്മുടെ വിഷയത്തിനകത്ത് ലഭിക്കാറില്ല. ഒരു അമ്മച്ചിയുടെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. ആ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ചിന്തിക്കുന്നു. എന്നാലും ഞാൻ ഈ ഭാഗത്ത് ആ കഥ ഒന്ന് ഓർപ്പിച്ചിട്ട്, ഒരിക്കൽ ഒരു മാതാവ് താൻ ദൈവാലയത്തിലേക്ക് കടന്നുപോയി. അവിടുത്തെ ഉപദേശി നല്ല പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പ്രസംഗമൊക്കെ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ആ മാതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ പ്രസംഗിച്ച അന്നത്തെ വിഷയം, ഈ മലയോട് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് നീങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ അത് നീങ്ങിപ്പോകും എന്നുള്ള ഈ വചനമൊക്കെ ആയിരുന്നു അവിടുത്തെ ഉപദേശിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ ഉപദേശിച്ച് പ്രസംഗിച്ചു. അപ്പോൾ ഈ അമ്മച്ചി മനസ്സിൽ തീരുമാനമെടുത്തു. അമ്മച്ചിയുടെ വീടിൻ്റെ പുറകുവശത്ത് ഒരു നല്ല മല നിൽപ്പുണ്ട്. ഈ മല കുറച്ച് ദിവസമായി അമ്മച്ചിക്ക് ഒരു തടസ്സം പോലെ വർഷങ്ങൾക്ക് മുമ്പേ അമ്മച്ചിയുടെ വീട്ടിൻ്റെ മറുസൈഡ് നിൽക്കുക. ഈ വിഷയം കണ്ടിട്ട് അമ്മച്ചി മനസ്സിലൊരു തീരുമാനമെടുത്തു, എന്തായാലും ഞാൻ വീട്ടിൽ കടന്നുപോയി ഇന്ന് രാത്രി ആ മല മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് വിശ്വാസമുണ്ട്, നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, ഈ മല ഇവിടെ നിന്ന് മാറിപ്പോകും എന്ന് മാതാവ് വിശ്വസിച്ചു. അതുപോലെ രാത്രി താൻ ഭവനത്തിലേക്ക് കടന്നു എന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു. പാസ്റ്റർ പറഞ്ഞതുപോലെ നല്ല ഹൃദയത്തിനകത്ത് നല്ല വിശ്വാസമൊക്കെ അങ്ങോട്ട് എടുത്തു. വിശ്വാസം എടുത്തിട്ട് മാതാവ് ജനൽ തുറന്നിട്ട് ഈ മലയെ കണ്ടിട്ട് മലയോട് പറഞ്ഞു, മലയെ, ഈ മല ഇവിടെ നിന്ന് നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ മാറിപ്പോകണം. അമ്മച്ചി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് അമ്മച്ചി കിടന്നുറങ്ങി. അമ്മച്ചിക്ക് ഞാൻ ചിന്തിക്കുന്നു, അമ്മച്ചിക്ക് ഉറക്കം വന്ന് കാണത്തില്ല. ഹല്ലേലൂയ. അമ്മച്ചി ഉറക്കം വരാതെ രാവിലെ എഴുന്നേറ്റ് ജന്നൽ തുറന്നു. ഈ മലയെ നോക്കിയപ്പോൾ മല അവിടെ തന്നെ നിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കണമേ, അമ്മച്ചി ഉടനെ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയുക, അല്ലെങ്കിലും എനിക്കറിയാം ഈ മല ഇവിടെ നിന്ന് മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ നമ്മൾ പലപ്പോഴും നമ്മുടെ വാക്കുകൾ കൊണ്ടുപോലും നമ്മുടെ വിശ്വാസത്തെ ത്യജിച്ച് കളയാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. കാരണം യേശു സൗഖ്യം ആക്കും എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് സൗഖ്യം ആക്കും എന്ന് തന്നെ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം രക്തസ്രാവക്കാരിയായ ഒരു സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ താൻ സൗഖ്യമാകുമെന്ന് ആ സഹോദരി വിശ്വസിച്ചു. അതുപോലെ അവൾ കടന്നു വന്നു. ആ വിശ്വാസത്തോടെ ആ സഹോദരി യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട ഉടനെ അവളുടെ വിശ്വാസം പോലെ അവളുടെ രക്തസ്രവം നിന്നു പോകുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, ആ സഹോദരി എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ച്? വിശ്വസിച്ചുകൊണ്ട്, യേശു തന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീട്ടിനകത്തിരുന്നെങ്കിൽ ആ സഹോദരി സൗഖ്യമാകുമായിരുന്നു? ഒരിക്കലുമില്ല. ഞാൻ പറയും, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ താൻ സൗഖ്യമാകും എന്നുള്ള ആ സഹോദരി വിശ്വാസം അവളെ രക്ഷിക്കുവാൻ, അവളുടെ രോഗം സൗഖ്യമാകുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞെ, ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ കാണുന്നവനാണ്. ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ
ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ നിറവേറ്റുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ അതിൻ്റെ പ്രവർത്തികളെ ചെയ്യുക. കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഈ വിശ്വാസത്തിൻ്റെ ചില കാര്യങ്ങൾ പ്രിയമക്കളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിനകത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ അവർ ചെയ്യട്ടെ. ദൈവ സാന്നിധ്യ പ്രിയമക്കളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളുടെ കർത്താവെ, ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണം. ഉപജീവന മാർഗങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ദൈവം എന്നുള്ള കർത്താവ് പരിഹാരങ്ങളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കൾ വിശ്വാസത്തോടുകൂടെ അവരുടെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കട്ടെ. അവർ അതിൻ്റെ കർത്താവ് അനുഗ്രഹങ്ങൾ അറിയട്ടെ. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, പ്രിയമക്കൾ എന്തൊക്കെ ആവശ്യഭാരത്തോടു കൂടി ആയിരിക്കുന്നു, അവരുടെ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടികൾ കൊടുക്കണം. അവർ മുട്ടുന്ന വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അവർ കർത്താവെ മുട്ടുന്ന വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ദൈവിക നന്മകൾ അനുഗ്രഹങ്ങളൊക്കെ ദൈവം ആ കുടുംബങ്ങളുടെ അകത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്ത് നൽകണമേ. അവർ വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് നീങ്ങട്ടെ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവർക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധി ആത്മാവേ, ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ജീവിതങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവ സാന്നിധ്യം ഇതുവരെ ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് നാളെ രാവിലെ ദൈവശബ്ദം കേൾക്കുന്നതുവരെയും കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും എല്ലാ പ്രിയപ്പെട്ടവരോട് കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഞങ്ങളുടെ രാജാക്കാട് GGM വർഷിപ്പ് സെൻറ്ററിൻ്റെ എല്ലാ മെമ്പേഴ്സിനും നല്ലൊരു ദിവസത്തെ ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വഴികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. രോഗികളായൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ സൗഖ്യമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുക, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. പ്രവർത്തിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെയായിരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.